ഹായ് ഓൾ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മറ്റൊരു ബേബി ഡയപ്പറിൻ്റെ റിവ്യൂ ആയിട്ടാണ്. മറ്റൊന്നുമല്ല, മോമി പോക്കോ പാൻസ്. ഓക്കെ, അപ്പോൾ ഞാനിത് പുതുതായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു ഡയപ്പറൊന്നുമല്ല. ഞാൻ ആമി ചെറുതാവുമ്പോഴേ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഡയപ്പറാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കാരണം ഇതിൻ്റെ സ്മോൾ പാക്സ് ഉണ്ട്, ഒരു 4 5 ഉള്ള പാക്കൊക്കെ അവൈലബിൾ ആണ്. അതാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഡയപ്പർ ഓക്കെ ആണോ നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പുതിയ ഡയപ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചെറിയ പാക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അത് നമുക്ക് ഓക്കെ ആണോ, അതിൻ്റെ സൈസ് ഓക്കെ ആണോ, നമ്മുടെ ബേബിയുടെ സ്കിൻ ടൈപ്പിന് അത് ഓക്കെ ആണോ എന്നറിയണമെങ്കിൽ നമ്മളെപ്പോഴും ചെറിയ പാക്കുള്ള ഡയപ്പർ വാങ്ങിക്കുക. വലിയ പാക്ക് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഞാനും എല്ലാവരുടെ അടുത്ത് പറയുമ്പോഴും ആ ഒരു കാര്യം തന്നെയാണ് സജസ്റ്റ് ചെയ്യാറ്. പിന്നെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല വാങ്ങിക്കുന്നത്, ഈ ഒരു വലിയ പാക്ക് ഇതിന് മുന്നേ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് തരാമെന്ന്. കാരണം ഒരുപാട് പേര് ഈ ഒരു ഡയപ്പർ യൂസ് ചെയ്യണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ അനുഭവം ഡിഫറെൻ്റ് ആയിരിക്കും. എൻ്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊക്കെയാണ് കേട്ടോ ഇത് നല്ലൊരു ഡയപ്പർ തന്നെയാണ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡയപ്പറാണ്. കാരണം ഫുൾ നൈറ്റ് പ്രൊട്ടക്ഷൻ എനിക്ക് തരാറുണ്ട്. ഒരു ഡയപ്പർ ഞാൻ ഫുൾ നൈറ്റ് യൂസ് ചെയ്യാറുള്ളൂ. ചില ഡയപ്പേഴ്സ് ഇതുപോലെ അബ്സോർബൻസി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മിഡ് നൈറ്റൊക്കെ ഞാൻ ഡയപ്പർ മാറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ മോമി പോക്കോ പാൻസിന് അങ്ങനെ ഒരു ആവശ്യം വരാറില്ല. ഇത് ഞാൻ ഫുൾ നൈറ്റ് എനിക്ക് ഒരു ഡയപ്പർ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇലാസ്റ്റിക് കണ്ടോ, ഭയങ്കര സോഫ്റ്റാണ്, സ്ട്രെച്ചബിൾ ആണ്. പിന്നെ സൈഡിൽ ഇലാസ്റ്റിക്കും ഭയങ്കര സോഫ്റ്റാണ്. അത് കാരണം ഇച്ചിങ്ങും കാര്യം ഉണ്ടാവില്ല. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സൈസാണ് കേട്ടോ. സൈസാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം കറക്റ്റ് ഫിറ്റിംഗ് ആണ് ഇത്. ആമയ്ക്ക് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. കാരണം ചില ഡയപ്പേഴ്സ് ടൈറ്റ് ആവും നമ്മളൊരു സൈസ് വാങ്ങിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് വലിയ സൈസ് വാങ്ങിക്കുമ്പോൾ അത് ലൂസായി പോവും. അങ്ങനെ സിറ്റുവേഷൻ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഡയപ്പർ കറക്റ്റ് ഫിറ്റിംഗ് ആണ്. അപ്പോൾ അതും എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം നമ്മളങ്ങനെ കറക്റ്റ് ഫിറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ഡയപ്പർ ഒന്നെങ്കിൽ ഇച്ചിങ് വരും, ടൈറ്റ് ആണെങ്കിൽ, ലൂസാണെങ്കിൽ എന്താ പറയുക, ലീക്കേജും കാര്യങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു ഡയപ്പർ കറക്റ്റ് ഫിറ്റിംഗ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഡയപ്പേഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെയാണല്ലോ ശ്രദ്ധിക്കുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഡയപ്പർ വാങ്ങിച്ചത് 599 റുപ്പീസിൻ്റെ ഒരു പാക്കാണ്. പക്ഷേ എനിക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ച സമയത്ത് 416 റുപ്പീസിനാണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതായത് മോർ ദാൻ 100 റുപ്പീസ് ഓഫർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡയപ്പേഴ്സ് ഇതുപോലെ വലിയ പാക്കൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഓഫർ പ്രൈസിൽ കിട്ടും. അപ്പോൾ അതായിരിക്കും ഒന്നും കൂടെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുണ്ടാവുക. പിന്നെ മോമി പോക്കോ പാൻസ് ന്യൂ ബോൺ മുതൽ XXL സൈസ് വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ബേബീസ് ഹെവി നല്ല വെയിറ്റുള്ള ബേബീസ് ആണെങ്കിൽ XXL സൈസ് ചില ഡയപ്പേഴ്സിനൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മോമി പോക്കോ പാൻസ് അത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ XXL ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. പിന്നെ ലീക്കേജ് പ്രൊട്ടക്ഷൻ അവർ ഗ്യാരണ്ടി തരുന്നുണ്ട്. 12 hours പ്രൊട്ടക്ഷൻ പറയുന്നുണ്ട്. അതൊക്കെ എനിക്ക് ഓക്കെയാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾ കൊണ്ടും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പറാണ് മോമി പോക്കോ പാൻസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഓക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ഓക്കെ ആയ കാരണം നിങ്ങൾക്കും ഓക്കെ ആവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതിൻ്റെ ചെറിയ പാക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ഓക്കെ ആണെങ്കിൽ വലിയ പാക്ക് വാങ്ങിക്കുക. ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക്, അതായത് ഞാൻ ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ മോമി പോക്കോ പാൻസിനെ കുറിച്ചുള്ള ഒരു റിവ്യൂ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയും തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ഡയപ്പർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്തോ ആയിക്കോട്ടെ എന്തായാലും കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.